നീ അവളെ കാണാൻ വന്ന? ഞാൻ അവനൊന്ന് കാണാൻ. അവളെ അവനെ അവനാ ചെല്ലി ചായ കുടിച്ചിട്ടാണോ വന്നത്? ഇല്ല, കുടിച്ചിട്ടില്ല. ചായ കുടിച്ചിട്ടാണ് വന്നെങ്കിൽ അവര് ഊണഴിക്കണതിന് മുമ്പ് പോകാം. ആഹാ, ഇവിടെ ഇരിക്കണല്ലേ? വീടെടുത്തിട്ടാ? ഇല്ല, പിടിക്കാൻ ആളില്ലേ? ചെല്ലമ്പാനെ. അമ്പാനാര്? ഇവിടുത്തെ പട്ടി. ആഹാ, ഞാൻ നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കോ? ഞാൻ കഴുകിക്കോളാം പാത്രം. എന്നാ പാത്രം കഴുകിയിട്ട് ഈ ടാങ്ക് കഴുകിയിട്ട് കക്കൂസ് കഴിയണം. എന്നിട്ടേ ഉള്ളൂ. എല്ലാം ഞാൻ തന്നെ ചെയ്യും. എന്തായാലും ചെയ്യിക്കും. രാവിലെ നല്ല പണിയിലല്ല. അതാ ഇത് എല്ലാരും സ്റ്റാർട്ടാവൂല. എത്ര സ്റ്റാർട്ടാക്കിയാലും സ്റ്റാർട്ടാവൂല. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി നടക്കണം. എന്റെ മധു അങ്ങനത്തെ വർത്താനം പറയല്ലേ മധു. അല്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, സന്തോഷിട്ട മനസ്സോടെ ചെയ്യണതല്ലേ. ഞാനും ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്? ദേ തുണിയലക്ക സോപ്പൊടി തീർന്നു വെച്ചിട്ട് സോപ്പൊടി മേടിച്ചോണ്ട് താന്ന് പറഞ്ഞു തീർന്നില്ല. കടയിൽ പോയി സോപ്പൊടി മേടിച്ചോണ്ട് വന്ന് തുണി അലക്കി ഊരി പിഴിഞ്ഞ് ഇതേ വിരിച്ച് ഇനി ഇത് അകത്ത് കൊണ്ടുപോയി ഉണക്കി എടുത്തോണ്ട് പോയിട്ട് തേച്ച് മടക്കി അലമാര വെക്കണ വരെ എന്റെ സന്തോഷേട്ടന് ഉറക്കം കിട്ടൂല. അത്ര ഇതാ. കഴിഞ്ഞ ദിവസം കേൾക്കണം, എനിക്ക് ഇച്ചിരി പുട്ട് തിന്നണമെന്നൊരാഗ്രഹം, പറഞ്ഞു തീർന്നില്ല. 2 പുട്ട് മേടിച്ചോണ്ട് വരേണ്ട കാര്യമുള്ളൂ. അത്ര എല്ലാരും ചെയ്യുള്ളൂ. പക്ഷെ സന്തോഷേട്ടൻ ചെയ്തെന്താ? കടയിൽ പോയി അരി മേടിച്ചോണ്ട് വന്ന് കഴുകി വാരി ഉണക്കി ഇവിടുത്തെ ഓരലിട്ട്, ഞാൻ പറയട്ടെ, ഓരലിട്ട് ഇടിച്ച് പൊടിച്ച് ആ പൊടിയെടുത്ത് നനച്ച് പുട്ടുണ്ടാക്കി എന്നെ കഴിപ്പിച്ചിട്ടാണ് എന്റെ സന്തോഷേട്ടൻ കിടന്നിറങ്ങിയത്. അല്ലേ പൊന്നെ? കുളിക്കണോന്ന് പറയല്ലേട്ടാ? സോപ്പേച്ചേരൂ. അതല്ല, കുളിക്കണോന്ന് പറഞ്ഞ ചിലപ്പോ അവൻ കുളിപ്പിച്ചങ്ങോട്ട് കിടത്തും. പോമതോടുന്നു. എന്റെ സന്തോഷേട്ടൻ അങ്ങനെയൊന്നുമല്ല. എന്നോട് ഭയങ്കര സ്നേഹമല്ലേ? അപ്പൊ അടുത്ത ജന്മത്തില് ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാൻ, അടുത്ത ജന്മത്തില് സന്തോഷം തന്നെയാണ് എങ്ങനെയാ? എന്താ സംശയം? അടുത്ത ജന്മത്തില് എനിക്ക് എന്റെ സന്തോഷേട്ടൻ മാത്രം മതി കെട്ടിയനായിട്ട്. ആണല്ലേ? വേറെ ഒരാളെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂല. എന്താന്നറിയാമോ? വേറൊരാള് വന്നാ പിന്നെയും 10-12 കൊല്ലം എന്റെ പോകുവേ. ഇതാകുമ്പോ ഓൾറെഡി 10 വർഷം കൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്താണല്ലോ. മറ്റേതാകുമ്പോ ബുദ്ധിമുട്ടാകും. എന്റെ കൊല്ലങ്ങൾ വെറുതെ. ഭാഗ്യം ചെയ്യുന്നവനാടാ. അവള് പറഞ്ഞ അടുത്ത ജന്മത്തില് നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞ. അത് മതി. നിന്റെ അഭിപ്രായം എങ്ങനെയാണ് അടുത്ത ജന്മത്തില്? എന്റെ അഭിപ്രായം ഇവളാണോ? ഒന്നല്ല, 7 ജന്മം. 7 ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അവള് മാത്രം മതി. അപ്പൊ 7 ജന്മം കഴിഞ്ഞാ നിങ്ങക്ക് വേറെ ആളെ വേണമെന്നാ? അങ്ങനെയല്ലേ പറഞ്ഞെന്റെ ഉദ്ദേശം? അല്ല, 7 ജന്മം വരെ ഞാൻ 7 ജന്മം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കണം. അതല്ലടി ഞാൻ പറഞ്ഞ. ഞാൻ അങ്ങനെ പറഞ്ഞ, നീ പറഞ്ഞ അനുസരിച്ചല്ലേ ഞാൻ 7 ജന്മം ഒന്ന്. ഞാൻ പറഞ്ഞ 7 ജന്മം കുറവാണ്. 7 ജന്മം 7 ജന്മം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ വേറെ ആളെ ഇടയ്ക്ക് അവിടെ കയറി പോണത്. നീ എന്നാ ചെയ്യുന്നടി? ഞാൻ എന്നാ ചെയ്യുന്നു കാണിച്ചു തരാം. നീ കാണിച്ചോ?